പ്രധാനപ്പെട്ട 2 കഥാപാത്രങ്ങൾക്ക് സ്പേസ് ഉള്ള ഒരു സിനിമയാണ്. അവർ അസോസിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അവർ കുറച്ചും കൂടെ പൃഥ്വിരാജുമായിട്ട് കണക്റ്റഡ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തും കൂടെ ഒന്ന് പോയിട്ട് നോക്കാമെന്നൊരു തീരുമാനത്തിലോട്ട് എത്തി. രാജുവേട്ടനാണോ മമ്മൂക്കേനെ സജസ്റ്റ് ചെയ്തത്? നമ്മുടെ മൈൻഡിൽ 2 കഥാപാത്രങ്ങളുണ്ട്. അതിൽ ഒന്ന് മമ്മൂക്കയും ഒന്ന് പൃഥ്വി ആകാം. അങ്ങനെ ഒരു പോസിബിലിറ്റി ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു കാര്യം അദ്ദേഹത്തിന് അവതരിപ്പിച്ചില്ല. പക്ഷെ അദ്ദേഹം തന്നെ ഇതിനകത്ത് ഒരു കഥാപാത്രം മമ്മൂക്ക ചെയ്താൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ അന്നേരം നമ്മൾ പറഞ്ഞത് നമ്മൾ മൈൻഡിൽ ചെയ്ത് വെച്ചിട്ടാണ് വന്നത് എന്നുള്ള കാര്യമുണ്ടായിരുന്നു എന്ന് പറഞ്ഞത്. ഈ വിനായകൻ ചേട്ടൻ ചെയ്ത ക്യാരക്ടറായിരുന്നു പൃഥ്വിരാജിന്റെ അടുത്തേക്ക്? അങ്ങനെ ആയിരുന്നു. അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സുകൾ നടന്നതിനകത്ത്. വേറെ ഒന്നുമല്ല, മമ്മൂക്കയിലോട്ട് എത്തിക്കഴിഞ്ഞപ്പോൾ അത് സ്വാഭാവികമായിട്ടും മമ്മൂക്കയ്ക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ പ്രോജക്റ്റായിട്ട് പ്രിഫറൻസ് അങ്ങോട്ട് മാറും. അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു ഡൈനാമിക്സ്. അപ്പം പിന്നെ അദ്ദേഹത്തിന്റെ ഡേറ്റ് അവൈലബിലിറ്റി അനുസരിച്ചാണ് പിന്നെ ഷൂട്ടിന്റെ ഒരു പരിപാടിയിലോട്ട് വരുന്നത്. അപ്പോൾ ആ സമയത്ത് പിന്നെ പൃഥ്വിരാജിന്റെ അവൈലബിലിറ്റിയുടെ പ്രശ്നങ്ങൾ, കാരണം അദ്ദേഹം എമ്പുരാൻ അങ്ങനെ കുറെ ഭയങ്കര പ്രശ്നം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വേറെ ഓപ്ഷൻസ് നോക്കി ആലോചനകളൊക്കെ പോയി. അങ്ങനെ മമ്മൂക്കയാണ് ഒരു തവണ വിനായകൻ ചേട്ടനെ. അതെ അതെ.